പടച്ച തമ്പുരാനെ ആ ചെക്കണ്ടല്ലോ അവിടെ നിൽക്കണേ. ഓനക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കണ്ടല്ലോ. ഓനൊക്കെ മറന്നിട്ടുണ്ടാവും. ആ എന്നിട്ട് എന്താ ഇത് വാണം വിട്ടമാരി എവിടേക്കാണ് പോണ്? റേഷൻ കടയിൽ പോകണേ. റേഷൻ കടയിക്കോ? ആ ഈ റേഷൻ കടയിക്ക് പോവാൻ പേരക്കുട്ടികളൊന്നും ഇല്ല അവിടെ? പേരക്കുട്ടികളൊന്നും മോനൊന്നും കൊടുത്തിട്ടേ തിരിച്ചെടുപ്പിച്ചില്ല. കഞ്ഞി അടിച്ചാലൊക്കെ നമ്മള് കൊണ്ടുവരണോ തന്നെ? ഓൽക്കൊന്നും അതിന് നേരമില്ല. ധൃതി ഉണ്ടപ്പോ നിങ്ങക്ക്? ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടായി. ഒരു കാര്യം പറയാണ്ടായിരുന്നു. കാര്യം എന്നിട്ട് പേര് ഞാനേ നിങ്ങളെ വിളിച്ചപ്പോ എന്താ അറിയോ, ഞാനന്നാ പീഡ നടത്തിന്നേ. പീഡകൻ ഒരുപാട് ആകെ പൊട്ടി പാളീസായി നലി പൊട്ടി നിങ്ങൾക്ക് അറിയാലോ. അന്നാ പീഡ നടത്തി എന്നിട്ട് കുറച്ച് പൈസ നിങ്ങളവിടെ പറ്റാക്കി പോയിട്ടുണ്ട്. ഞാനോ? പിന്നെ നിങ്ങളല്ലാതെ പിന്നെ ആരാ പിന്നെ? അപ്പൊ വേറെ ആരും ഒന്നും പറ്റാക്കിയിട്ടില്ല, ഞാൻ മാത്രമേ പറ്റാക്കിയിട്ടുള്ളൂ. വേറെ ആളെ പറ്റിൻ്റെ കാര്യങ്ങൾ ഒരു 2000 ഉറുപ്പ്യോളം അന്നവിടെ പീഡ നടത്തിന്ന് കുറച്ച് പൈസ തരാണ്ട്. ഞാൻ നിങ്ങളെ കാണണം നിങ്ങൾ മാസിട്ട് ഞങ്ങളെ കാണുന്നില്ല. ഇന്റെ അടുത്തേ 10 രൂപ കായ് എടുക്കാനില്ല. അപ്പൊ ഒന്നും തരില്ല നിങ്ങക്ക്? മക്കളൊന്നും തരൂല. മക്കളെ എവിടെ തരില്ലേ? മക്കളെ മോനെ ആദ്യം ടൂറിസ്റ്റ് ഗൈഡിൽ പോകും ആലീസൊക്കെ. ആ പൈസ കിട്ടി ഇതോട്ട് ഓരോ ആളും ഹോട്ടലിൽ അവിടെ ഇവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും. പേരേക്ക് ഒരു 10 രൂപയുടെ കാലമോ കൊണ്ടില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന പെൻഷൻ കിട്ടിയ പൈസ കൊണ്ടൊക്കെ പേരെ കയ്യിൽ പോകേണ്ടത്. പിന്നെ പെണ്ണുങ്ങളൊക്കെ മരുന്ന് വാങ്ങണം, ഇതൊക്കെ ഇതിൽ കയ്യിൽ പോകണം. മക്കളൊന്നും നോക്കൂല. അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ പറ്റ് വാങ്ങിക്കാണ്ട് പോയി നിങ്ങൾ തൊഴിലുറപ്പിന്റെ ഇതിനൊക്കെ പോയിന്നല്ലോ, അതിന്റെ ആ പൈസ ഒന്നും ബാക്കി ഞങ്ങളെടുത്ത്? തൊഴിലുറപ്പിനൊക്കെ പോയാലേ എത്ര കിട്ടുക? അന്നൊക്കെ എത്ര കിട്ടിയത്? ഒരു 100-200 റുപ്യ കിട്ടിയാലേ കിട്ടും. അതിന് മാസം തയ്ച്ച് പണി ഉണ്ടാവില്ല. പിന്നെ അവിടെ ഇരുന്ന് ചന്തി തയ്യപ്പെട്ടതല്ലാതെ ഒരു കാര്യം ഇല്ലായിട്ടില്ല. അല്ല എനിക്കിപ്പോ എത്ര ഞാൻ തരാനുള്ളത്? 2000 റുപ്യ. 2000? ഇതൊരു കാര്യം ചേച്ചി, എനിക്ക് 2000 തരാല്ലേ? ഒരു 500 റുപ്യ കൂടി ഇച്ച് കൊണ്ടാ. എന്നിട്ട് ഇന്നത്തെ ഡേറ്റില് 500 കൂടി എഴുതി വെക്ക്. പെൻഷൻ കിട്ടി ഞാൻ തരാൻ മുഴുവ. അതിന്റെ കട തീർത്തിട്ട് ഇത് മറ്റുള്ള പണിയുള്ളൂ എനിക്ക് തന്നെ. അപ്പൊ 500 കൂടി തന്നാല്? അങ്ങനെ തന്നാലിപ്പോ ഇതോട് റെഡിയാവും. അപ്പൊ ഇത് പെൻഷൻ കിട്ടി അതിന്റെ പൈസ മുഴുവൻ തീർത്ത് തരും. ഏതായാലും ഇപ്പൊ ഇത്ര ആയില്ലേ? ഇത് അതല്ലേ നല്ലത്. എന്തെങ്കിലും പെൻഷൻ കിട്ടുക? പെൻഷൻ ഇപ്പൊ അടുത്ത മാസം കിട്ടൂലേ? എന്നാലേ ഞാൻ റേഷൻ കാർഡ് അടക്കും. ഞാൻ പോയി നോക്കട്ടെ. അപ്പളേ പെൻഷൻ കിട്ടുമ്പോഴേ 500 പഴയ 2000 കൂടി അടവ് തീർക്കിട്ടാ. ഇജിന്റെ വിളിച്ചാ നിങ്ങൾക്ക് ഇപ്പൊ ചെവിയും കേൾക്കാതെ 500 കിട്ടിയപ്പോള് കായ അടക്കിന്ന്. എന്ത് പഴയ പൈസ അടക്കാൻ മൊത്തത്തിൽ അടക്കാനിട്ടാ? അതിന് റേഷൻ കാർഡിൽ എന്റെ പേരില്ലല്ലോ. പിന്നെ എനിക്ക് എവിടുന്ന് പെൻഷൻ കിട്ടും? എനിക്ക് പോയി നേരം വെച്ചിട്ടില്ലേ? അടച്ചമ്പഴാന് ആ പൈസയും മൂളിയല്ലോ.